84,663 19 മുരളി ഷാഫി പറമ്പിൽ കൃഷ്ണ 63. രാഹുലേ, ആ ഭയങ്കര ആലോചനയിലാണല്ലോ. ഞാനാ വടകര ഇങ്ങനെ സ്ട്രോങ് ആയി വരികയല്ലേ. ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ പഠിക്കുമായിരുന്നു. വടകരയെ കുറിച്ചുള്ള പഠനം വോട്ട് വടകരയിലല്ലേ? ഇന്നല്ലാണ്ട് ഞാൻ പേരാൻ പറയല്ലേ വരിക. അല്ല, അവിടെ ഇപ്പൊ നമ്മുടെ ഷാഫി പറമ്പിൽ UDF വേണ്ടി നിലനിർത്തിയാലും ടീച്ചർ പിടിച്ചോണ്ട് പോയാലും ബൈ ഇലക്ഷൻ ആണല്ലോ. എന്റെ MLA മാര് നേർക്ക് നേരെ മത്സരിക്കല്ലേടാ. അതാണ്. എന്നെ പറയാനാ, വടകര തവണ എന്താ മത്സരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് എന്നുള്ളത് ഈ വേദിയിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പാലക്കാടിന്റെ മണ്ണിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എനിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി അവിടുന്ന് ജയിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഞാൻ പാലക്കാടിനും നൽകുന്നു, ഞാൻ വടകരക്കും നൽകുന്നു, ഞാൻ കേരളത്തിനും നൽകുന്നു എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ നല്ല ജനവിധി സമ്മാനിച്ചാൽ, ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഏറ്റവും ഉയർന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അല്ല, പിന്നെ ബൈ ഇലക്ഷൻ ഒന്നും വേണ്ടി വരില്ല. MLA വരെ രണ്ടാളും തോപ്പിക്കുന്ന പ്രഭുകൃഷ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ വടകര ഈ NDAക്ക് അത്രയും സ്വാധീനമുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല, കണ്ടിട്ടില്ല. നോക്കി കാണാല്ലേ. നിന്റെ നാട്ടിലെ എന്താ സ്ഥിതി? കണ്ണൂരോ? സ്ട്രോങ് അല്ലേ? സംശയം ഒന്നും കൊണ്ടാ? ഡബിൾ സ്ട്രോങ്. നോക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ വടകരക്കാര് തീരുമാനിക്ക്, ബൈ ഇലക്ഷൻ മട്ടന്നൂര് വേണോ അതോ പാലക്കാട് വേണോന്ന് അല്ലേ? ബാക്കി പണി എടുക്കട്ടെ. നടക്കട്ടെ, നിന്റെ ചർച്ചകൾ നടക്കട്ടെ. ഓക്കെ.